നമസ്കാരം. കഴിഞ്ഞ ദിവസം മാർത്തോമാ സഭയെ മെത്രാൻ രക്ഷിച്ചു സ്തോത്രം പാർട്ട് 1 എന്ന ശീർഷകത്തിൽ ചെയ്ത് ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ കൂടെ ഏവരുമായി പങ്കിട്ട വീഡിയോയോട് വളരെ കുപിതനായി പ്രതികരിച്ച സുനിൽ കെ എന്ന് പറയുന്ന മാർത്തോമ എരിവുകാരൻ ഈ കമൻറ്റ് ബോക്സിലിട്ട ഏതാനും വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യത്തെ ഒന്ന് പരിചയപ്പെടാൻ നമുക്ക് അവകാശമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യം. അദ്ദേഹം പറയുന്നത് വളരെ പശ്ചാത്തലം, ഞാൻ സന്തോഷ് മാത്യു എന്ന് പറയുന്ന ഈ എബനേസർ മാർത്തോമ സഭയുടെ ട്രഷററുമായി, അദ്ദേഹമാണ് ഈ മരണം വരെ നിരാഹാരം എന്ന ആശയവുമായി തീരെ സാഹസികമായി മുൻപോട്ട് വന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ സംവാദിച്ച് അതിനുശേഷമാണ് ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ടാണ് ഈ സുനിൽ കെ എന്ന് പറയുന്ന മാർത്തോമ എരിവുകാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. താങ്കൾ ഒരു കാര്യം മറന്നുപോയി. അന്ന് പൈസ കളക്ട് ചെയ്തതും കൊടുത്തതും ഈ പറഞ്ഞ സന്തോഷ് തന്നെയാണ്. അന്ന് സന്തോഷ് ഉറങ്ങുകയായിരുന്നു. ചോദിക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള അവകാശം അന്നും ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥയുടെ ഓഡിയോ താങ്കൾക്ക് എന്തിനാ അയച്ചു തരുന്നത്? താങ്കൾക്ക് റീച്ച് കിട്ടാനല്ലേ, അല്ലാതെ മാർത്തോമ സഭയെ നന്നാക്കാനാണോ? ഞാൻ അവസാനം തൊട്ട് പുറകോട്ട് പോട്ടെ. മാർത്തോമ സഭയെ നന്നാക്കാനാണോ? അല്ലേ അല്ല. അതിനുള്ള ഒരു കഴിവും ഈ ഉള്ളവനില്ല. മാർത്തോമ സഭയെ സർവശക്തനായ ദൈവം നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ആ സഭയെ ഏതെങ്കിലും വിധത്തിൽ നന്നാക്കാൻ എനിക്ക് കെൽപ്പില്ല എന്ന് മാത്രവുമല്ല, ഈ സഭയെ ഇനി നന്നാക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു മെത്രാൻ്റെ കഥ കൂടെ ഞാൻ പറയാം. അതിന് ദൃക്സാക്ഷികളുമുണ്ട്. ഞാൻ കുവൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് റാന്നി ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്ന അത്തനേഷ്യസ് തിരുമേനി, അദ്ദേഹം എന്നോട് വളരെ സൗഹാർദ്ദം പുലർത്തിയിരുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ കുവൈറ്റിലുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹം ബന്ധപ്പെടുകയും എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഉച്ച ആഹാരം കഴിക്കാനായി വിളിക്കുകയും അതിനുവേണ്ടി ഞാനും എൻ്റെ ബ്രദറിലോ ആയ മിസ്റ്റർ ഈശോ തോമസുമായിട്ടാണ് പോയത്. അപ്പോൾ ഈ സംഭാഷണത്തിന് അദ്ദേഹം ദൃക്സാക്ഷിയാണ്. അപ്പോൾ സഭയുടെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മാർത്തോമ സഭയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ പോക്ക് പോയാൽ ഒരു 20 വർഷം കഴിയുമ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് സംശയമാണ്. ഞാൻ വളരെ ദുഃഖിക്കുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഒരു തിരുമേനിയെ കൊണ്ട്, അതായത് അത്തനേഷ്യസ് തിരുമേനിയെ പോലെ വളരെ കഴിവും നല്ല സതുദ്ദേശവും ഉണ്ടായിരുന്ന, ആത്മീയമായി പ്രബുദ്ധത ഉണ്ടായിരുന്ന ഒരു തിരുമേനി പോലും നിസ്സഹായത പറഞ്ഞ അവസ്ഥയിൽ. പിന്നെ വേറൊരു സാഹചര്യം കൂടെ ഞാൻ പറയട്ടെ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. മാതാ അമൃതാനന്ദമരിയുടെ 60ാം ജന്മ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ക്രിസോസ്റ്റം തിരുമേനി നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് ഏവർക്കും ഓർമ്മയുള്ളതാണ്. അത് ഈ സുനിൽ കെ 4672 ഓർമ്മ കാണും. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എൻ്റെ മെത്രാന്മാരാരും സ്വർഗത്തിൽ പോകത്തില്ലെങ്കിലും മാതാ അമൃതാനന്ദമായി നിശ്ചയമായ സ്വർഗത്തിൽ പോകുന്ന അദ്ദേഹം പറഞ്ഞു. ചുമ്മാതെ പറഞ്ഞൊന്നുമല്ല, മനസ്സിൽ വളരെയധികം യാഥാർത്ഥ്യങ്ങൾ കൂട്ടി വെച്ചുകൊണ്ട്, അടുക്കിപ്പെറുക്കി വെച്ചുകൊണ്ടാണ് ക്രിസോസ്റ്റം തിരുമേനി അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ മനസ്സിലാക്കും. യാതൊരു സംശയം വേണ്ട. ക്രിസോസ്റ്റം തിരുമേനി അങ്ങ് വിടാം. നമുക്കിനിയും ഐറേനിയസ് തിരുമേനി എടുക്കാം. ഐറേനിയസ് തിരുമേനി നടത്തിയ ഒരു പ്രസംഗം യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്. അത് സക്രിയാസ് തിരുമേനിയെ സഫ്രഗൻ മെത്രാപ്പോലീത്തയായി വാഴിക്കുന്ന പ്രത്യേകമായ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ കണക്ക് കൂട്ടി വളരെ ചിന്തിച്ച് നടത്തിയ ഒരു പ്രസംഗമാണ്.
അല്ല, അദ്ദേഹം പറയുന്ന കാര്യം, ഈ സഭയിലെ അനേക കത്തനാരന്മാരെ, പുരോഹിതന്മാരെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് 30ഓളവും പുരോഹിതന്മാരെ, അച്ഛന്മാരെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ബാക്കി എത്ര പേരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ കാണാവുന്നതാണ്. വേണ്ട, വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ അന്ന് മാർത്തവക്കാരുടെ അഭിമാനമായ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കടശി പ്രസംഗത്തിൽ കടശി പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് അന്ന് മെത്രാപ്പൊലീത്തായിരുന്ന ക്രിസോസ്റ്റം തിരുമേനി 10 മിനിറ്റ് പ്രസംഗിച്ചു. അത് താരിപ്പാണെന്ന് നിങ്ങൾക്കറിയാം. ആ പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം ചോദിച്ചു, ഇന്ന് മാർത്തോമ സഭ ഇല്ലാതായാൽ ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം വരും, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് നേരം മൗനം പാലിച്ചു. ആരെങ്കിലും ഒന്ന് പറയട്ടെ. ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും ഒരു നഷ്ടവും വരത്തില്ല, നമ്മളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഈ വാക്ക് ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതിൻ്റെ ചുമതലക്കാർ പറഞ്ഞതാണ്. പിന്നെ ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനതൊക്കെ വിടുകയാണ്. ഇനിയും അത് വെച്ചിട്ട്, അതുകൊണ്ട് ഈ സഭയെ നന്നാക്കാനായിട്ട് എനിക്ക് ഇന്നും ഭ്രാന്ത് പിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു സഭയെ, ഈ സഭയെ മാത്രമല്ല ഒരു സഭയെ നന്നാക്കാനായിട്ട് ഞാൻ ശ്രമിക്കത്തില്ല. പിന്നെ എൻ്റെ ശ്രമം എന്താണെന്ന് ചോദിച്ചാൽ, വ്യക്തികളായ വിശ്വാസികളുടെ ഉള്ളിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന നന്മയുടെ കിരണങ്ങൾ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിലുള്ള വിളക്കുകൾ, അതിന്നും പ്രകാശിതമാണ്. പക്ഷെ ആ പ്രകാശം പ്രവൃത്തിയിൽ കൂടെ വെളിയിൽ കൊണ്ടുവരുവാൻ ആർക്കും കഴിയാത്തൊരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്ന് യേശു പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വ്യക്തികളോടാണ് എനിക്ക് ചില കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. അവരെ ചിന്തിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കൂട്ടത്തെയോ ഒരു സഭയോ ചിന്തിപ്പിക്കാൻ സാധ്യമല്ല. ചിന്ത എന്നത് വ്യക്തികൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു പ്രത്യേകമായ മാനുഷികവും ദൈവികവുമായ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ജനങ്ങളിൽ ചിന്തിക്കാനുള്ള ശക്തി വർദ്ധിപ്പിക്കാനായി മാത്രം ശ്രമിക്കുന്ന എനിക്ക് ഒരു സഭയോടും ഒന്നും പറയാനില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ സഭയോടുള്ള എൻ്റെ ബന്ധം ഒന്ന് മാറ്റിയിട്ട്, ഒരു കാലത്ത് ഞാൻ കേരളത്തിലെ എല്ലാ പ്രമുഖ കൺവെൻഷനുകളിലും മുഖ്യ പ്രാസംഗികനായിരുന്നു. ഞാൻ അതെല്ലാം സ്വമേധയ ഉപേക്ഷിക്കാൻ കാര്യം, സഭകളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഏതെങ്കിലും കാര്യമോ പ്രയോജനമുണ്ടെന്ന് യാതൊരു വിധത്തിലും പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന 100% സ്പഷ്ടമായ ശേഷം മാത്രമാണ് സഭയോടുള്ള ഈ ഒരു കളി മാറ്റിയിട്ട് വ്യക്തികളോട് ഏതെങ്കിലും വിധത്തിൽ സമ്പാദിക്കുക, അവർക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുക, ഈ ഒരു ദൗത്യത്തിൽ ഞാൻ ഏർപ്പെടുന്നത് സഭകളോട് ഒരു വിധത്തിലും എനിക്ക് ഒരു ദൗത്യവും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ആ കാര്യം വ്യക്തമായി എല്ലാവരും ധരിക്കണമെന്ന്. എനിക്ക് ഒരു സഭയോട് ശത്രുതയില്ല. പക്ഷേ ഈ സഭകൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭൗതികമായ വർമ്മത്തിൽ കൂടെ മാത്രമാണെന്നും അതിൽ നടക്കുന്നത് മാമോൻ സേവയാണെന്നും പടക്കൊതി കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ എല്ലാ അംശങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് പച്ച പരമാർത്ഥമാകയാൽ അത് യേശുവിൻ്റെ കാലത്ത് അറിയാവുന്നതുപോലെ ഇന്ന് നമുക്കും അറിയാമെന്ന ആ യാഥാർത്ഥ്യം അത് സത്യമാകൊണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യേശു പറഞ്ഞതുകൊണ്ട്, അത് ഈ കെടുതി മൂലം വീർപ്പ് മുട്ടുന്ന വിശ്വാസികൾക്ക് ആശ്വാസം പകരാൻ തക്കവണ്ണം വഴിയൊരുക്കുമോ എന്നൊരു അന്വേഷണത്തിൽ ഞാൻ ചില കാര്യങ്ങൾ സാക്ഷീകരിക്കുന്നു, അത്രമാത്രം. ഞാൻ അത് വിട്ടുപോകും. അപ്പം താൻ മാർത്തോമ സഭയെ നന്നാക്കാനാണോ അല്ലേ അല്ല, അത് ഞാൻ ഉത്തരം പറഞ്ഞു. ഇനി അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ഓഡിയോ അയച്ചത്, അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ അവതരിപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും അസത്യമുണ്ട് എങ്കിൽ അത് തിരുത്തുവാൻ ഞാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? എബനേസർ മാർത്തോമ സഭ പേരൂർക്കടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നത് താങ്കളുടെ വേർഷൻ എനിക്ക് ഓഡിയോ ആയിട്ട് അയച്ചു തന്നാൽ ഞാനത് പ്രേക്ഷകരുമായി പങ്കിട്ട് അതിൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നതായിരിക്കും എന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്? ആദ്യം ഞാൻ ചെയ്യത്തില്ല, കാരണം ഞാൻ അങ്ങനെ ഓഡിയോ അയച്ചാൽ താങ്കൾക്ക് റീച്ച് കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, ഇത് വളരെ രസമാണ്. കാരണം മാർത്തോമാക്കാരനെ കൊണ്ട് ലോകത്തിൽ ആർക്കും ഒരു ഗുണവും വരരുത് എന്നൊരു നിർബന്ധമുണ്ട്.
ഇതൊരു വ്യക്തിയിൽ മാത്രമല്ല, പലരിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. മാർത്തോമ സഭയിൽ മാർത്തോമ എരിവുകാർ എല്ലാവരിലും ഇല്ല. മാർത്തോമ എരിവുകാരുടെ ഒരു പൊതുവായ സ്വഭാവം ചോദിച്ചാൽ, അവരെ കൊണ്ട് ലോകത്തിൽ ആർക്കും ഒരു പുല്ലിൻ്റെ പ്രയോജനം ഉണ്ടാകരുത് എന്ന് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ സത്യം ഒരിക്കലും ഒരു ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരത്തില്ല. കാരണം ഞാൻ ഓഡിയോ ആയിട്ട് അയച്ചാൽ നിങ്ങളത് ഒരു വീഡിയോ, അതിനെ ആസ്പദമാക്കി വീഡിയോ ഉണ്ടാക്കും. അതുകൊണ്ട് താങ്കൾക്ക് റീച്ച് വർദ്ധിക്കും. എനിക്ക് ഈ മാന്യനായ സുനിൽ കെയോട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ റീച്ച് വർദ്ധിപ്പിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാനിത് അവകാശവാദമായിട്ട് പറയുന്നതല്ല. എൻ്റെ കെയർ ഓഫിൽ സുനിൽ കെയ്ക്ക് റീച്ച് വർദ്ധിപ്പിക്കുന്നതല്ലാതെ സുനിൽ കെയുടെ കെയർ ഓഫിൽ ഈ ഉള്ളവന് റീച്ച് വർദ്ധിപ്പിക്കേണ്ട ഗതികേടുണ്ടെന്ന് ഈ വഴിയെ പോകുന്ന പേപ്പട്ടിയോട് പറഞ്ഞാൽ അത് തിരിഞ്ഞ് സുനിലിനെ കടിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള പൊട്ടത്തരം വിളിച്ചു പറയാൻ. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഈ മനോഭാവം, അതിൻ്റെ മാഹാത്മ്യം, അതായത് ലൈറ്റ് ടു ലൈറ്റൻ എന്ന് പറയുന്ന സഭയുടെ അംഗമാണ്. എൻ്റെ മക്കൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഈ നികൃഷ്ടതയിൽ മനുഷ്യരെ ആക്കി വെക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ ഈ കിരാതമായ മനോഭാവവും പണക്കൊതിയും മറ്റുള്ളവരുടെ ഈർഷ്യയും വെറുപ്പും പകയുമാണ്. ഇത് വിഷം നിറഞ്ഞ അന്തരീക്ഷമാണ്. അതിൽ പാലിക്കപ്പെടുന്ന വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കുന്നതിലും പ്രതികരിക്കുന്നതിലും യാതൊരു അതിശയോക്തിയുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചെറിയ കഥ കൂടെ നിങ്ങളോട് പങ്കിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കഥ ഒരു കാട്ടിൽ നടന്ന സംഭവമാണ്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നമുക്ക് എല്ലാവരും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പശു, ഒരു പന്നി, പിന്നെ മറ്റെല്ലാ മൃഗങ്ങളും. അപ്പോൾ പന്നി പോയി രാജാവായ സിംഹത്തോട് ഒരു പരാതി പറയുകയാണ്, ഒരു സങ്കടം ഉണർത്തിക്കുകയാണ്. എന്താണ് പറയുന്നത്? രാജാവേ, എനിക്കൊരു പരാതിയുണ്ട്. അപ്പോൾ എന്താണ്? ഞാൻ എൻ്റെ എല്ലാം സംഭാവന ചെയ്യുന്നു. എൻ്റെ മാംസം ആളുകൾ കഴിക്കുന്നു, എൻ്റെ നെയ്യ് പാചകത്തിൽ ഉപയോഗിക്കുന്നു, എൻ്റെ കുളമ്പ് പോലും കൊണ്ട് ആളുകൾ സൂപ്പ് ഉണ്ടാക്കുന്നു. എന്നാൽ എന്നോട് ആർക്കും ഒരു താല്പര്യമില്ല. എന്നാൽ വെറും പാല് മാത്രം നൽകുക, പാലും ചാണകവും മൂത്രവും നൽകുന്ന ഈ പശുവിനോട് എന്താ ആളുകൾക്ക് ഇത്ര വലിയ താല്പര്യം? എന്നെ കാണുമ്പോൾ ആൾക്ക് പുച്ഛമാണ്. എന്നാൽ പശുവിനോട് വലിയ താല്പര്യവും അതിനെ ആരാധിക്കുന്നവരുമുണ്ട്, അതിനെ വളരെ സ്നേഹത്തോടെ കരുതുന്നവരുണ്ട്. ചിലരൊക്കെ പശുവിനെ വളർത്തുമ്പോൾ ഓമന പേരൊക്കെ ഇട്ട് വിളിച്ച് വളർത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോൾ ആളുകൾക്ക് അറപ്പും വെറുപ്പൊക്കെയാണ്. ഇത് ശരിയല്ല, എനിക്ക് നീതി നടത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ സിംഹ ആലോചിച്ച് അല്പം ചിരിച്ചിട്ട് പറഞ്ഞു, അതെ പന്നി, അതിനകത്ത് ഒരു കാരണമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, പശു അതിന് സാധ്യമാകുന്ന നന്മകൾ ദാനമായി നൽകുന്നത് അത് ജീവിച്ചിരിക്കുമ്പോഴാണ്. നിന്നെ കൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടാണെങ്കിൽ നീ ചാകണം. നിന്റെ മാംസം കഴിക്കുന്നു, നിന്റെ നെയ്യ്, ലാർഡ് എന്ന് പറയും, അത് ഉപയോഗിക്കുന്നത് ശരിയാണ്. പക്ഷേ നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ കൊണ്ട് നാറ്റമല്ലാതെ ഒരു ഗുണവും ആർക്കും ഉണ്ടാകത്തില്ല. നീ ചത്തു കഴിഞ്ഞെങ്കിൽ വല്ലവർക്കും നിന്നെ കൊണ്ട് പ്രയോജനമുള്ളൂ. അതേസമയം പാവം ആ പശു അത് ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നതാണ്. ഇതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുനിൽ കെ 4672 എന്നോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ദയവായി ഇതിൻ്റെ സത്യം എന്താണെന്ന് കാണിച്ച് ഓഡിയോ അയക്കരുത്. കാരണം അയച്ചാൽ എനിക്ക് റീച്ച് കൂടും. റീച്ച് കൂടിയാൽ ഒരു മാർത്തോമാക്കാരനും ഒരിക്കലും ചെയ്യരുതാത്ത പാതകം താൻ ചെയ്തിരിക്കും. കാരണം ഒരു മാർത്തോമാക്കാരനെ കൊണ്ടും ലോകത്തിലാർക്കും ഒരു പ്രയോജനവും ഉണ്ടാകരുത് എന്ന മാറ്റമില്ലാത്ത പ്രമാണത്തെ മുറിച്ച് ലംഘിച്ച് ഇപ്രകാരം ഒരു സാഹസികത കാണിക്കണമെന്ന് അറിവില്ലാതെ ഈ ഉള്ളവൻ പറഞ്ഞത് എന്നോട് ദയവായി ക്ഷമിക്കുക. അതുകൊണ്ട് താങ്കളുടെ ഓഡിയോ അയക്കണ്ട. താങ്കളുടെ ആത്മീയമായ ധാർമ്മികമായ സംസ്കാരത്തെ അള്ളിപ്പിടിച്ച് നിൽക്കുകയും ആർക്കും ഒരു ഗുണവും വരാത്ത വിധത്തിൽ സൂക്ഷിച്ച് ഉള്ളതെല്ലാം പൊതിഞ്ഞു കെട്ടി അത് മാർത്തോമാ ശ്ലീഹായുടെ ആ സീലും വെച്ച് അവിടെ കാത്തു സൂക്ഷിപ്പിൻ. പിന്നെ മരിച്ചു കഴിയുമ്പോൾ താങ്കൾക്കും ഇരുത്തി അടക്കത്തക്കവണ്ണം ഒരു കസേര ലഭിക്കട്ടെ
എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതാണല്ലോ യേശുവിൻ്റെ മാർഗം എന്ന് വിചാരിച്ച് ഈ ഉള്ളവൻ ഞെട്ടിപ്പോകുന്നു എന്നല്ലാതെ എന്താ പറയാനാണ്. നമസ്കാരം.